നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തീരാ നൊമ്പരമായി മാറിയ ആ എയർ ഇന്ത്യ വിമാന അപകടത്തിന്റെ ഞെട്ടിക്കുന്ന ഓർമ്മകളിൽ നിന്ന് വിട്ടുമാറാതെ ഉള്ളു പൊള്ളുന്ന വെളിപ്പെടുത്തലുകളുമായി ഒരു ദൃക്സാക്ഷി കൂടി രംഗത്ത് വരികയാണ്. പൈലറ്റിന്റെ ആത്മഹത്യാ ശ്രമമാണ് ഈ ദുരന്തത്തിന് കാരണമെന്ന ഔദ്യോഗിക നിഗമനങ്ങളെ അടിമുടി ഉലയ്ക്കുന്നതാണ് അഹമ്മദാബാദിലെ മോർച്ചറിക്കുള്ളിൽ നേരിട്ടു കണ്ട കാഴ്ചകളെക്കുറിച്ചുള്ള ഈ തുറന്നുപറച്ചിൽ. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഏക വ്യക്തിയെയും ആ ദുരന്തം വിഴുങ്ങിയ മറ്റു കുടുംബങ്ങളെയും നേരിൽ കണ്ട ഈ ഡെയിലി മെയിൽ ചീഫ് ഫോറിൻ റൈറ്റർ ഡേവിഡ് ജോൺസൺ തയ്യാറാക്കിയ പ്രത്യേക അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ജൂൺ 12-നായിരുന്നു ലോകത്തെ നടുക്കിയ ആ വിമാനാപകടം നടന്നത്. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിംഗ് 787-8 ഡ്രീം ലൈനർ വിമാനം മിനിറ്റുകൾക്കകം തകർന്നു വീഴുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 229 യാത്രക്കാരും 12 ജീവനക്കാരും കൂടാതെ വിമാനം പതിച്ച ഹോസ്റ്റൽ കെട്ടിടത്തിലുണ്ടായിരുന്ന 19 പേരും ഉൾപ്പെടെ വലിയൊരു ജനസമൂഹം ആ ചാരക്കൂമ്പാരത്തിൽ ഒതുങ്ങി. വിശ്വനാഥ് കുമാർ രമേശ് എന്ന 40-കാരനായ വ്യവസായി മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ലണ്ടനിലെ ലെസ്റ്ററിലുള്ള വിശ്വനാഥിന്റെ വീട്ടിൽ ഇപ്പോൾ ഒരു പുതിയ അതിഥിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. വിശ്വനാഥിന്റെ ഭാര്യ ഹീരൽ രമേശ് രണ്ടാമതൊരു കുഞ്ഞിന് ജന്മം നൽകാൻ തയ്യാറെടുക്കുന്നു. അതും ദുരിതത്തിന്റെ 1-ാം വാർഷികം കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ. ഇതൊരു പുതിയ തുടക്കമാണ് എന്ന് ഹീരൽ പ്രത്യാശയോടുകൂടി പറയുകയാണ്. ആ വീട്ടിലെ അന്തരീക്ഷം ഒട്ടും സന്തോഷഭരിതമല്ല. പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ അജയിനെ നഷ്ടപ്പെട്ടതിന്റെ ആഘാതവും കടുത്ത മാനസിക സമ്മർദ്ദവും വിശ്വനാഥിനെ ഇന്നും വേട്ടയാടുന്നുണ്ട്. താൻ മാത്രം എങ്ങനെ രക്ഷപ്പെട്ടു എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന വിശ്വനാഥ് മാസങ്ങളായി തന്റെ കിടപ്പുമുറിയിൽ സ്വയം തടവറ തീർത്തിട്ടിരിക്കുകയാണ്. ഭാര്യയോടോ 5 വയസ്സുകാരന മകനോടോ സംസാരിക്കാൻ പോലും അദ്ദേഹം കൂട്ടാക്കുന്നില്ല. ലണ്ടനിലേക്ക് മടങ്ങാൻ വിശ്വനാഥിന് ഒരു ബിസിനസ് ക്ലാസ് ടിക്കറ്റ് നൽകാൻ പോലും എയർ ഇന്ത്യ വിമുഖത കാണിച്ചതായും ഒടുവിൽ കടുത്ത സമ്മർദ്ദത്തിനൊടുവിലാണ് അവർ അതിന് തയ്യാറായതെന്നും കുടുംബത്തിന്റെ നിയമോപദേശകൻ വെളിപ്പെടുത്തുന്നു. അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേൽക്കുകയും കേൾവിശക്തി നഷ്ടപ്പെടുകയും ചെയ്ത അജയ് പാൽമർ എന്ന തദ്ദേശീയനായ യുവാവിന് വെറും 4.5 ലക്ഷത്തോളം രൂപ മാത്രമാണ് കമ്പനി അധികമായി നൽകിയത്. DNA പരിശോധനകളിലെ അനാസ്ഥ കാരണം പല കുടുംബങ്ങൾക്കും മാറിപ്പോയ മൃതദേഹങ്ങളാണ് ലഭിച്ചത്. തന്റെ സഹോദരന്റെ മൃതദേഹം എവിടെയെന്ന് പോലും അറിയാത്ത ഒരു കഷ്ണം ചർമ്മം മാത്രം അടക്കം ചെയ്യേണ്ടി വന്ന അമ്മയുടെ കണ്ണീർ ഇന്നും ഉണങ്ങിയിട്ടില്ല. യാത്രക്കാരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ വലിയൊരു അളവിൽ കൊള്ളയടിക്കപ്പെട്ടതായും കുടുംബങ്ങൾ ആരോപിക്കുന്നുണ്ട്. അപകടത്തിന്റെ അന്തിമ അന്വേഷണ റിപ്പോർട്ട് അടുത്ത മാസം പുറത്തുവരാനിരിക്കെയാണ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത്. വിമാനം തകരുന്നതിന് തൊട്ടു മുൻപ് ഇന്ധന വിതരണം നിർത്തിവെച്ചതിനെ ചൊല്ലി ഈ കോക്പിറ്റിൽ പൈലറ്റും പൈലറ്റും തമ്മിൽ തർക്കമുണ്ടായതായും തുടർന്ന് പൈലറ്റായ ക്യാപ്റ്റൻ സുമീത് സഭർവാൾ ആത്മഹത്യ ചെയ്തതാണെന്നുമുള്ള രീതിയിലാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടുകൾ വന്നത്. കമ്പനിയുടെയും വിമാന നിർമ്മാതാക്കളായ ബോയിങ്ങിന്റെയും വീഴ്ചകൾ മറച്ചുവെക്കാൻ പൈലറ്റിനെ മനഃപൂർവ്വം ബലിയാടാക്കുകയാണ് എന്ന ആരോപണം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. എന്നാൽ ഈ വാദങ്ങളെ പൂർണ്ണമായും പൊളിച്ചെഴുതുന്നതാണ് അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലെ മോർച്ചറിയിൽ അന്ന് നേരിൽ കണ്ട കാഴ്ചകൾ. അപകടത്തിൽ തന്റെ ബന്ധുക്കളെ നഷ്ടപ്പെട്ട റോമിൻ വോറ എന്ന മുൻ ലാബ് അസിസ്റ്റന്റ് അന്ന് രഹസ്യമായി മോർച്ചറിക്കുള്ളിൽ കയറിയിരുന്നു. അവിടെ കണ്ട ഭീകരമായ കാഴ്ചകൾക്കിടയിൽ ക്യാപ്റ്റൻ സുമിത് സഭർവാളിന്റെ മൃതദേഹവും അദ്ദേഹം കണ്ടു. വിമാനത്തിന്റെ ഇരട്ട നിയന്ത്രണ ദണ്ഡ് ഇരു കൈകളാലും ശക്തമായി നെഞ്ചോട് ചേർത്തു പിടിച്ച നിലയിലായിരുന്നു പൈലറ്റിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. വിമാനം തകർന്നു വീഴുന്ന അവസാന നിമിഷം വരെയും യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിച്ചിരുന്നു എന്നതിന്റെ ജീവിക്കുന്ന തെളിവാണ് ഇത്. ഒരു പൈലറ്റ് തന്റെ കർത്തവ്യ നിർവഹണത്തിനിടയിൽ കാണിക്കുന്ന പരമാവധി ധീരതയാണ് ഇതെന്നും അദ്ദേഹം ആത്മഹത്യ ചെയ്തതല്ലെന്നും പൈലറ്റ് അസോസിയേഷനുകളും വ്യക്തമാക്കുന്നു. വിമാനത്തിന്റെ യാത്ര തകരാറുകൾ മറച്ചുവെക്കാൻ അധികൃതർ കെട്ടിച്ചമച്ച കഥയാണിതെന്ന് മരിച്ച യാത്രക്കാരുടെ ബന്ധുക്കളും ഉറച്ച് വിശ്വസിക്കുന്നു. അപകടത്തിന് കാരണം വിമാനത്തിന്റെ തകരാറാണെന്നും ജനവാസ മേഖല ഒഴിവാക്കി വിമാനം ഹൈവേയിൽ ഇറക്കാൻ പൈലറ്റ് ശ്രമിച്ചിരുന്നതായും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചില കുടുംബങ്ങൾ വാദിക്കുന്നുണ്ട്. ദുരന്തം നടന്ന് 1 വർഷം തികയുമ്പോഴും അധികൃതരുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ ആശ്വാസ നടപടികളും ഉണ്ടായിട്ടില്ലെന്നാണ് ഇരകളുടെയും കുടുംബങ്ങളും പറയുന്നത്. ഇതിനിടയിൽ ദുരിതത്തിൽ വിശ്വനാഥൻ നഷ്ടപ്പെട്ട തന്റെ ജ്യേഷ്ഠന്റെ ഓർമ്മയ്ക്കായി അവരുടെ സംയുക്ത ഉടമസ്ഥയിലുള്ള മീൻപിടുത്ത ബോട്ടിന് അജയ് എന്ന പുനർനാമകരണം ചെയ്തിരിക്കുകയാണ് ഗ്രാമവാസികൾ. വിശ്വനാഥിന്റെ ജീവനത്തിലേക്ക് കടന്നുവരുന്ന പുതിയ അതിഥി അദ്ദേഹത്തിന്റെ മനസ്സിലെ ഈ ഭീകരമായ ഓർമ്മകളെ മായ്ച്ചു കളയുമെന്ന പ്രതീക്ഷയിലാണ് പ്രിയപ്പെട്ട ഓരോരുത്തരും.